അടുത്തത് നമ്മൾ ലാസ്റ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഡിക്ഷണറിയാണ്. ഡിക്ഷണറി പറഞ്ഞാൽ അൺഓർഡേർഡ് ആയിട്ടുള്ള ഒരു കളക്ഷൻ ഓഫ് കീ വാല്യൂ പെയർസ് ആണ്. അതായത് നമുക്ക് അതിലൊരു ഒരു കളക്ഷൻ ഓഫ് പെയർ ആയിട്ടായിരിക്കും ഒരു കീക്ക് ഒരു വാല്യൂ ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു ചെറിയൊരു ഡ്രോയർ ആലോചിക്കുക, ഒരു വീട്ടിലെ ഒരു വലിപ്പ് ആലോചിക്കുക. വലിപ്പിലൊരു കീ ഉണ്ടെങ്കിൽ മാത്രമേ തുറക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു ഡോർ ആലോചിക്കുക, ഡോറിനൊരു കീ ഉണ്ടെങ്കിൽ തുറക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ ഇവിടെ ഒരു കീക്ക് ഒരു വാല്യൂ ഉണ്ടാവും. അതിൻ്റെ ഒരു പെയർ ഓഫ് കീ വാല്യൂ പെയർസിനാണ് നമ്മൾ ഡിക്ഷണറി എന്ന് പറയാം. ഡിക്ഷണറി റെപ്രസെൻറ്റ് ചെയ്യുന്നത് എപ്പോഴും കേർലി ബ്രേസ് വെച്ചിട്ടാണ്. ഓക്കെ, ആൻഡ് ഇമ്മ്യൂട്ടബിൾ ആണ്, ചേഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷേ കീ ആണ് മെയിൻ ആയിട്ടുള്ള ആക്ടർ. ഓക്കെ, കീ ഈസ് കൺസിഡർ ആസ് ദ ഇൻഡെക്സസ്. ഓക്കെ, കീ ഈസ് കൺസിഡർ ആസ് ദ ഇൻഡെക്സസ്. അതിൽ ഡ്യൂപ്ലിക്കേഷൻസ് അലൗഡ്. കീസിലല്ല, വാല്യൂസിൽ നമുക്ക് ഡ്യൂപ്ലിക്കേഷൻസ് പറ്റും, കീസ് ഒരിക്കലും പറ്റില്ല. ആൻഡ് ഇറ്റ്സ് റെപ്രസെൻറ്റ് ബൈ കേർലി ബ്രേസസ്. ഓക്കെ, എഫിഷ്യൻ്റ് ആണ്, ഹയർ മെമ്മറി, ബിക്കോസ് കുറേ കാര്യങ്ങൾ സോൾവ് ചെയ്യാനുള്ളതുണ്ട്. ഓക്കെ, സോ ഡിക്ഷണറിൻ്റെ ഒന്നുകൂടി പറയാം, ഇറ്റ്സ് എ മ്യൂട്ടബിൾ മാപ്പിംഗ് ഓഫ് കീ വാല്യൂ പെയേഴ്സ് വിത്ത് വേഴ്സറ്റൈൽ മെത്തേഡ്സ് ഫോർ അഡീഷൻ, റിമൂവൽ, റിട്രീവൽ എല്ലാം ചെയ്യാൻ പറ്റും. ഓരോ വാല്യൂസും ആക്സസ് ചെയ്യാൻ നമ്മൾ കീ ത്രൂ ആണ് ആക്സസ് ചെയ്യുക കേട്ടോ. ഓരോപ്പം നമുക്ക് ഒരു റൂമിലേക്ക് പോകണം, എന്താ ചെയ്യുക, കീ ഉണ്ടെങ്കിൽ മാത്രമേ ഡോർ തുറന്ന് ഉള്ളിൽ കയറാൻ പറ്റും. സോ അതേപോലെയാണ് എന്തുണ്ടാവുക, വാല്യൂ കീ അസസ് ഇതുണ്ടാവും. ഓക്കെ, ഇൻഡെക്സിങ് ചെയ്യാൻ പറ്റുക. ഓക്കെ, അതിൽ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണും, മൈ ഡിക്റ്റ് ഈസ് ഈക്വൽ ടു കേർലി ബ്രേസിലെ നെയിം ആലിസ് കോമ ഏജ് 25. അപ്പോൾ നെയിം എന്ന് പറഞ്ഞാൽ കീക്ക്, വാല്യൂ എന്ന് പറയുന്നത് ആലിസ് ആണ്, ഏജ് എന്ന് പറഞ്ഞാൽ കീക്ക്, വാല്യൂ പറയുന്നത് 25 ആണ്. സോ ഇങ്ങനെയാണ് സ്റ്റോർ ആവുന്നുണ്ടാവുക. അതിന് കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫംഗ്ഷൻസുകളുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഗെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കീ വെച്ചിട്ട് നമുക്കൊരു വാല്യൂ കിട്ടാൻ പറ്റും. ഓക്കെ, ഡിക് ഡോട്ട് കീസ് എന്ന് പറഞ്ഞാൽ അതിലുള്ള എല്ലാ കേസുകളും കിട്ടും. ഡിക് ഡോട്ട് വാല്യൂസ് എന്ന് പറഞ്ഞാൽ ആ ഡിക്ഷണറിയുടെ എല്ലാ വാല്യൂസും കിട്ടും. ഡിക് ഡോട്ട് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ആ മൊത്തം ഡിക്ഷണറിയുടെ കീയും വാല്യൂയും കൂടി പെയർ ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഒരു ചേഞ്ച് വരുത്താം. ഡിക്ഷണറിയിൽ ഒരു ചേഞ്ച് വരണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുക അപ്ഡേറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആയിരിക്കും. പോപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമ്മൾ ചെയ്യുക റിമൂവ്, നമ്മളൊരു വാല്യൂവിനെ പോപ്പ് ചെയ്ത് കളയുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം നമുക്ക്. ഓക്കെ, ചെറിയ കുഞ്ഞൊരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ജസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ്. ഡിക്റ്റ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ A:1 B:2. അപ്പോൾ A എന്ന് പറഞ്ഞ കീ ആണ്, 1 എന്ന് പറഞ്ഞ വാല്യൂ ആണ്, B പറയുന്നത് കീ ആണ്, 2 എന്ന് പറഞ്ഞ വാല്യൂ. അപ്പോൾ 2 കീ വാല്യൂ പെയർസ് ഇതിലുള്ളൂ. അപ്പോൾ നമ്മളിത് പ്രിൻറ്റ് ചെയ്ത് കാണിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത് നോക്കാം. നമുക്ക് കിട്ടുക ഇത് തന്നെയാണ്. അടുത്തത് നമ്മൾ എന്താ ചെയ്യുന്നത്, നമുക്ക് Aയുടെ വാല്യൂ കിട്ടണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ഗെറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്യണം. അപ്പോൾ വാല്യൂ കിട്ടുക എത്രയും 1 എന്ന് കിട്ടും. അടുത്തത് നമ്മൾ ലിസ്റ്റ് ഓഫ് ഡി ഡോട്ട് കീസ്, അത് ഡി ഡോട്ട് കീസിന് എനിക്ക് ലിസ്റ്റായിട്ട് എനിക്ക് കിട്ടണം. ഓക്കെ, കീസ് കിട്ടണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ലിസ്റ്റ് ഓഫ് ഡി ഡോട്ട് കീസ് എന്ന് പറഞ്ഞാൽ ഈ സാധനങ്ങളെ എനിക്ക് ഡയറക്റ്റ് ആയിട്ട് വാല്യൂ ആയിട്ട് കിട്ടും. എങ്ങനെ, A,B ആയിട്ട് കിട്ടും. ഇനി ഡി ഡോട്ട് വാല്യൂസ് എന്ന് പറയുമ്പോൾ എനിക്കറിയാം 1 ഉം 2 ആണ് ഇതിൻ്റെ വാല്യൂ. അപ്പോൾ ഡി ഡോട്ട് വാല്യൂ എന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടുന്നത് 1 ഉം 2 ആണ്. അടുത്ത് നമുക്ക് അപ്ഡേറ്റ് ചെയ്യണം. സി എന്ന് പറഞ്ഞൊരു പുതിയ സാധനം നമുക്ക് അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ എന്താ ഉണ്ടാവുന്നത്, ഡി ഡോട്ട് അപ്ഡേറ്റ് C:3. അപ്പോൾ എന്താ ഉണ്ടാവണേ, കേർലി ബ്രേസിനുള്ളിൽ ഇങ്ങനെ കൊടുക്കുമ്പോൾ എന്താ ഉണ്ടാവണേ, നമ്മളുടെ ഇതിൻ്റെ കൂടെ ഒരു മൂന്നാമത്തെ ഒരാളും കൂടി ആഡ് ആവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, A:1 B:2 C:3 പുതുതായിട്ട് അപ്ഡേറ്റ് ആയി. അടുത്ത് എന്താ ചെയ്യണേ, എനിക്കൊരു വാല്യൂ കളയണം. അപ്പോൾ ഞാൻ എന്താ യൂസ് ചെയ്യുക, പോപ്പ് എന്ന് പറഞ്ഞ അക്ഷരം, ഡി ഡോട്ട് പോപ്പ് ഓഫ് ബി എന്ന് പറഞ്ഞ കീ എനിക്ക് കളയണം. അപ്പോൾ എന്താ ഉണ്ടാവണം, അത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡിക്ഷണറി എങ്ങനെയായി, ബി പോയിട്ടാണ്. സോ ബേസിക്കായുള്ള കാര്യങ്ങൾ ഇതാണ്. ഡിക്ഷണറിയിലും ഫംഗ്ഷൻസുകളെ കുറിച്ച് മനസ്സിലാക്കി വെക്കുക എന്തൊക്കെയാണുള്ളത്. അപ്പോൾ നമ്മൾ ഈ മോഡ്യൂൾ മൊത്തം സംസാരിച്ചത് എങ്ങനെയൊക്കെ നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ട് ഓൾറെഡി എഴുതി വെച്ച ഇൻബിൽറ്റ് ഫംഗ്ഷൻസ് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. നമ്മൾ എന്തൊക്കെയാണ് ഫംഗ്ഷൻസുകൾ, എന്താ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിരുന്നു. അത്രയേ ഉള്ളൂ. അതാണ് ബേസിക് ആയിട്ടുള്ള about functions and modules. Okay, thank you.